റെഡിയാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണേ. അപ്പം നമുക്കതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യമേ ചട്ടി വെച്ച് നല്ല എണ്ണയൊക്കെ വെച്ച് ചൂടായി കടുക് താളിച്ച്, കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് കറിവേപ്പില ഇട്ടു, 2 പച്ചമുളകിട്ട്, പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേന് പൊടി ഐറ്റംസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, കരിഞ്ഞു പോവല്ലേ, തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനേ. ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി, ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് കുറച്ചും കൂടി വെള്ളം, നമുക്ക് എത്രയാണ് ചാറ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കുടംപുളിയൊക്കെ ഇട്ട് ഒരടപ്പെടുത്തിട്ട് അടച്ച് വെച്ച് വയ്ക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് പാക്കുറിച്ചിലാണേ. അപ്പോൾ ചിലടത്ത് അതിന് സീഡിക്കുറിച്ചി എന്ന് പറയും. അത് കഴുകി വൃത്തിയാക്കിയത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാം ചേർത്ത് കുടംപുളിയും ഒക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ ഇട്ടേച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ. അടുപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ഇടയ്ക്ക് ഒന്ന് ഉപ്പും പൊടിയൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചാറൊക്കെ